വെൽക്കം ബാക്ക്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോ കറക്റ്റ് ആയിട്ട് ആർക്കും നമ്മുടെ റിലേഷൻ അറിയില്ല. നമ്മളെ നേരിട്ട് അറിയാവുന്നവർക്ക് അറിയാം, അല്ലാണ്ട് വേറെ ആരും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അതല്ല അതെ അതാണ്. പിന്നെ ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ഭാവിയിൽ നമ്മൾ ഫേമസ് ആയാൽ ഈ വീഡിയോ അപ്പുറത്ത് കണ്ടേക്കണം. എന്താണ് റിലേഷൻ കണ്ടേക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ പോസ്റ്റ് ചെയ്യുന്നത്. ഭാവിയിൽ ഫേമസ് ആവുമ്പോൾ നമ്മൾ തിരക്കാവല്ലോ, എന്തൊക്കെയോ ഓക്കെ. അപ്പോ ഞാൻ എൻ്റെ ഉപ്പാടെ മോളാണ്. ഇന്ന് നമ്മൾ നമ്മളെ ഫാമിലി മീൻസ് ഞങ്ങളുടെ റിലേഷൻ എന്താണ് ഫുള്ള്, പിന്നെ മറിയം, ഞങ്ങൾ മറിയത്തിനെ കാണിച്ചിട്ടുണ്ടല്ലോ. ചിലർക്കൊന്നും അറിയില്ല, ചിലർക്കൊന്നും അറിയില്ല മീൻസ് മറിയത്തിന്റെ റിലേഷൻ എന്താണെന്ന് അറിയില്ല. അതാണ് പറയുന്നത്. ഞങ്ങളുടെ ഉപ്പാപ്പയും ഓക്കെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ, അങ്ങനെ വിളിക്കാറില്ല, അതിന് വിളിക്കാനായിട്ട് മരിച്ചുപോയി. ഇവിടെ ഉപ്പാടെ ഒക്കെ കല്യാണം കഴിയണതിന് മുന്നേ തന്നെ തസ്നിയമ്മയുടെ കല്യാണം കഴിയണം മുമ്പേ മരിച്ചു. തസ്നിയമ്മയാരാന്ന് ഇപ്പൊ ചോദിക്കും. പറഞ്ഞുതരാം. ഉപ്പാപ്പാക്ക് ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് മരിച്ചു. അപ്പൊ ഇവിടെ ആരും സുഹൃദാരാജ. അപ്പൊ ഉപ്പാപ്പാടെ പേര് രാജ. വെറൈറ്റി നെയിംസ് ആണ്. നമ്മുടെ കുടുംബത്തിൽ പിന്നെ ഫുള്ള് വെറൈറ്റി നെയിമാണ്. ഉപ്പാപ്പയുടെ പേര് രാജ, അതുകൊണ്ടാണ് തോന്നണ് ഞങ്ങളുടെ വീട്ടുപേര് രാജ്മഹൽ എന്നാണ്. താജ്മഹൽ അല്ല കേട്ടോ, രാജ്മഹൽ. പക്ഷെ ഞങ്ങളുടെ കുടുംബ പേര് മീൻസ് മെയിൻ അറിയപ്പെടുന്നത് വെളിയിൽ ഹൗസ് എന്നാണ് കേട്ടോ. അപ്പൊ ഉപ്പാമ്മക്ക് 3 മക്കളാണ്. ഉപ്പാപ്പാക്ക് 3 മക്കൾ. അപ്പൊ 3 മക്കൾ, അതില് മൂത്തതാരാ? ഉപ്പ. രണ്ടാമത്തത് ഇഷാടെ ഉപ്പ. മൂന്നാമത്തെ ഇവർക്ക് പെങ്ങളാണ് തസ്നിയമ്മായി, മറിയത്തിന്റെ ഇങ്ങനെ തസ്നിയമ്മായി എന്ന് പറഞ്ഞോണ്ടിരിക്കണം. ഞങ്ങളുടെ പേര് ഷൈൻ രാജ്. ഉമ്മാടെ പേര് സഫ ഷൈൻ രാജ്. ഉമ്മാടെ വീട്ടിലാട്ടോ കുഞ്ചിന്ന് വിളിക്കാം, ഇവിടെ അങ്ങനെ വിളിക്കാറില്ല. ഇവർക്ക് 4 മക്കളാണ്. ആദ്യത്തത് ലിദിയ ഷൈൻ രാജ്, വീട്ടിൽ ദിയ എന്ന് വിളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ, സഫിയ ഷൈൻ രാജ്, വീട്ടിൽ ഫിയ എന്ന് വിളിക്കും. ഞാനിപ്പോ 10th ഞാൻ രാജഗിരിയിലാണ്. ഞാൻ രാജഗിരിയിലാണ് പഠിക്കണത്, മണപ്പുറം. ഞങ്ങൾക്ക് കുറച്ചായിട്ടാ, ഒരു 2-3 മാസമായി. വെക്കേഷൻ മുന്നേ ഉണ്ടായിരുന്ന വെക്കേഷൻ 1 മാസം കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും തുടങ്ങി. പിന്നെ അതിൻ്റെ അടി വന്നത് നിയ സൈനബ് ഷൈൻ രാജ്. ഇനിയിപ്പോ 3rd രാജഗിരിയിൽ തന്നെയാണ് പഠിക്കണത്. പിന്നെ അതിൻ്റെ അടി വന്നത് റംസാൻ, മുഹമ്മദ് റംസാനോ അങ്ങനെ എന്താണ്, അങ്ങനെ പേരൊന്നും ഉറപ്പിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. റംസൂന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ വിളിക്കും. അങ്ങനെ എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ വീട്ടിൽ വിളിക്കും. റംസു, അങ്ങനെ പല പല പേര്. ഓക്കെ. റംസാൻ ഇപ്പൊ 1.25 വയസ്സ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പുള്ളി. ആ വീഡിയോ വേണ്ട, അത് വേണ്ട, നമ്മ മറ്റേ വീഡിയോ കൊടുക്കാട്ടോ, അവിടെ ലാസ്റ്റ് കൊടുക്കാം. റംസാൻ ജനിച്ച വീഡിയോ. അപ്പൊ ശരിക്കും ഭയങ്കര ഫേമസ് ആയിട്ട് കയറി പോവണ്ടായിരുന്നു ഞങ്ങള്. അത് ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വണ്ടി അടിച്ചതാ. ഭയങ്കര വ്യൂവേഴ്സ് ആയിരുന്നു. അത് ഇൻസ്റ്റയിലായാലും ഭയങ്കരമായിട്ട് കേറിപ്പോയി. പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മ പിന്നെ ഉണ്ടായി. അതുകൊണ്ട് നമ്മ പിന്നെ ഡിലീറ്റ് ആക്കിയത് വേണ്ടത്. അങ്ങനെ എന്റെ കയ്യിൽ ഇനി ശരിക്കും നമ്മുടെ ഈ കുടുംബത്ത് നമ്മൾ ഈ തസ്നിയമ്മ, ചിഞ്ചാമ, തസ്നിയമ്മ ഇവർക്ക് നോക്കണെങ്കിൽ ഒറ്റൊരു ആംഗിളേ ഉണ്ടായിരുന്നുള്ളൂ, റയാൻ. ഇപ്പൊ റംസാൻ വന്നപ്പോ ആങ്ങളായിട്ട് റയാൻ മാത്രം. ഞങ്ങൾ ഇവിടെ 5-4 പെണ്ണുങ്ങളായിരുന്നു. 5 പെങ്ങന്മാർക്ക് ഒറ്റൊരാണായിരുന്നു റയാൻ. പക്ഷെ അത് തട്ടിമറിച്ചു നമ്മുടെ റംസാൻ. സെക്കൻഡ് സണ്ണായ മുഹമ്മദ് സ്പൈസ് രാജ് ഓൺ സ്റ്റേജ്. പറഞ്ഞില്ലേ വെറൈറ്റി പേരാണ്. അങ്ങോട്ടൊന്നും കാണുള്ളൂ. അത് ഞാൻ പറയുമ്പോ ഉപ്പാപ്പയുടെ ക്രിയേറ്റിവിറ്റീസ് ആണ് ഇതൊക്കെ. സോ
ഈ പേര് എന്തിനാ ഇട്ടെന്ന് കൊറേ പേര് എന്നോട് സ്കൂളിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, സോറി സത്യതയും. കുറച്ചുകൂടെ റൈറ്റ് വേണ്ടേ? Yeah. ആ ഞാൻ പറയാം. ഉപ്പായും ഉമ്മയുടെ പേര് എന്താ? ഉമ്മുൽ ഐമന. കേട്ടോ? UMMULAI. ഞാനിവിടെ എണ്ണി പറക്കേണ്ടി വരും. ഇതന്നെ ഉമ്മുൽ. വീട്ടിൽ വിളിക്കുന്ന പേരാണ് ലുലു. ലുലു മുഹമ്മദ് സ്പൈസ് രാജിന് നിക്നെയിം ഉണ്ട്. അതൊന്നും അതാണ്. നോ, അതൊന്നും പറയണ്ട. ചിഞ്ച. ഓക്കെ, ചിഞ്ച. എന്റെ ചിഞ്ചാമാന്ന് ഇവരൊക്കെ വിളിക്കും. മാമാനെ വിളിക്കുന്നത് മൂത്താപ്പ, പിയാടെ ഉപ്പാനെ ഞാൻ മൂത്താപ്പാന്ന് വിളിക്കും. എനിവേസ് അതൊന്നും അവര് ചോദിച്ചില്ലായിരുന്നു. എനിവേ ഞാൻ പറയാം. ഓക്കെ, ഇവർക്ക് 2 മക്കളാണ്. ഫസ്റ്റ് ഞാനാണ്. ഐഷ ഇഷൽ PM എന്നാണ് എൻ്റെ ഫുൾ നെയിം. വീട്ടിൽ വിളിക്കുന്ന ഇഷ. രണ്ടാമത്തെ റയാൻ. അതിന് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരാം. നോ ഇഷ്യൂസ്. ഫിയാക്ക് വേണമെങ്കിൽ ഫിയാക്ക് തരാം. അതിൻ്റെ ഉമ്മ ഇപ്പം നാളെ വീട്ടിൽ നിന്ന് അടുത്ത് അറിയും കേട്ടോ. കമന്റ് വരും കേട്ടോ. അവനെ തരൂല വേണമെങ്കിൽ നിന്നെ തരാം. അങ്ങനെ പറയും മിക്കവാറും. ഓക്കെ, എനിവേ സോ അപ്പോഴത്തേക്കും എന്തെന്നാ ഇനി വരുന്നതാണ് ഈ 2 ആങ്ങളമാർക്കും ഒറ്റൊരു പെങ്ങളുണ്ട്. അതാണ് ആര്? തസ്നിയമ്മായി. ഞങ്ങൾ ഇടക്കിടക്ക് പറയുന്നതാണ് തസ്നിയമ്മായി. their sister. തസ്നിയമ്മയുടെ തസ്നി രാജ് എന്നാണ് ഫുൾ നെയിം. തസ്നിയമ്മയുടെ ഹസ്ബൻഡിന്റെ പേരാണ് ഫിറോസ് മാമ എന്ന് വിളിക്കുള്ളൂ അല്ല, നമ്മുടെ പേര് എനിക്കറിയില്ല. ഫിറോസ് മാമയുടെയും തസ്നിയമ്മയുടെയും മകളാണ് ആര് ഇടക്കിടക്ക് വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആര്? മറിയം. ജൈമ പറഞ്ഞു, ഞാൻ പറഞ്ഞു. മറിയം എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഉപ്പാമാക്കും ഉപ്പാപ്പക്കും പേരക്കുട്ടികൾ. ആൻഡ് നമ്മളെല്ലാവരും കൂടെ കൂട്ടുമ്പോൾ 13 പേര്. 14 പേരാണ് കുടുംബത്തിൽ ഉള്ളത്. സോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. ഐ ഗസ് നല്ല ബോറടി ആയിരിക്കും. ഭയങ്കര ബോറടി ആയിരുന്നു. നല്ല വെറുപ്പിക്കലായിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഇടയിൽ ചോദിക്കേ. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മൾ Q&A അത് നല്ല വൈബായിട്ടുണ്ട്. ഭയങ്കര ചിരിച്ച് കളിച്ച് സെറ്റാക്കാം. കളിച്ചോണ്ട് എങ്ങനെ വീഡിയോ എടുക്കാം? ഓക്കെ, മാക്സിമം കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം Q&A ഞാൻ പറഞ്ഞില്ല കൊറേ ഹാർട്ട്. അതിനിടക്കൂടെ വിളിക്കാതെ തന്നെ നോട്ട് ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് പട്ടി പൂച്ച. സോ നമ്മൾ അപ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.